കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായി. അനൂസ് റോഷന്റെ വീട്ടിൽ ആദ്യമെത്തിയ 2 അംഗ സംഘത്തെയും ഇവർ സഞ്ചരിച്ച ബൈക്കുമാണ് കസ്റ്റഡിയിൽ എടുത്തത്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് പിന്നിൽ മലപ്പുറം സ്വദേശികൾ എന്നുള്ള സൂചന വരികയാണ്. സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. രാഹുൽ KV വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഇന്നലെ തന്നെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിലെന്നുള്ളത് കുടുംബം പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ കസ്റ്റഡിയിലായ ആളുകൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത്? അന്വേഷണത്തിൽ വലിയ പുരോഗതിയുണ്ട്. പ്രതികളെ പെട്ടെന്ന് പിടികൂടാൻ കഴിയും, അന്നൂസിനെ കണ്ടെത്താൻ കഴിയും വൈകാതെ തന്നെ എന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷ പങ്കുവെക്കുന്നത്. 2 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അന്നൂസിന്റെ വീട്ടിലെത്തി ഈ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിൽ 7 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ബൈക്കിലെത്തിയ 2 പേരും അതുപോലെ അതിന് പിന്നാലെ കാറിൽ വന്ന 5 പേരും. ഈ ബൈക്കിൽ ആദ്യമേ തന്നെ വീട്ടിലേക്കെത്തി സ്ഥിതിഗതികളൊക്കെ നിരീക്ഷിച്ച 2 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ബൈക്കും കസ്റ്റഡിയിലുണ്ട്. ഒപ്പം തന്നെ ഈ അന്നൂസിൻ്റെ സഹോദരൻ ജ്യേഷ്ഠൻ നേരത്തെ ദുബായിലാണ് ജോലി ചെയ്തിരുന്നത്, അജ്മൽ. അവിടെ വെച്ച് ചില ആളുകളുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു, ലക്ഷങ്ങളുടെ ഇടപാട് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നാണ് കുടുംബം പറയുന്നത്. കാരണം വീട്ടിലേക്ക് എത്തിയ 7 പേരിൽ ഒരാൾ കഴിഞ്ഞ തിങ്കളാഴ്ച അതിനു മുൻപും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ ആൾ തന്നെയാണ്. അപ്പോൾ അയാളെ കുടുംബം തിരിച്ചറിഞ്ഞ് അവിധത്തിലുള്ള മൊഴിയാണ് പോലീസിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സാമ്പത്തിക ഇടപാട് തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് കുടുംബം ആവർത്തിച്ച് പറയുന്നത്. ഒപ്പം ഈ 1.5 മാസം മുൻപ് അജ്മൽ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നതാണ്. പക്ഷേ വീട്ടിൽ കൊടുവള്ളിയിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ്. എവിടേക്ക് പോയി എന്ന് കൃത്യമായി അറിയില്ല എന്നുകൂടിയാണ് കുടുംബം പറയുന്നത്. ഒരുപക്ഷെ പോലീസ് അതിൽ സംശയമായി പറയുന്നത് വീട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം, ഈ വിധത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് മാറി നിൽക്കുന്നത് എന്നുള്ളൊരു സൂചന പോലീസ് പറയുന്നുണ്ട്. വീട്ടിലേക്ക് എവിടെയാണെന്ന് അറിയില്ല എന്ന് ആ കുടുംബം പറയുന്ന സമയത്ത് പോലീസിൽ പരാതി നൽകാൻ തയ്യാറാവുകയും ചെയ്തിട്ടില്ല എന്നതുകൂടിയാണ്. ഇതും പരിശോധിക്കുമെന്ന് കൊടുവള്ളി പോലീസ് ഏതായാലും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. താമരശ്ശേരി DYSP അന്നൂസിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിയപ്പോൾ മലപ്പുറം സ്വദേശികളാണ് ഈ സംഘത്തിന് പിന്നിലുള്ള നടക്കമുള്ള സൂചനകളാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തുവന്ന. രാഹുൽ KV ആണ് ആ വിവരങ്ങൾ നൽകിയത്.